ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളെന്ന് പറയുന്നത്, ഒരു 3 ദിവസത്തെ ട്രിപ്പിന് പോവുകയാണ്. ഒരു മൂന്ന് ദിവസത്തെ ട്രിപ്പ്. അപ്പോൾ മോർണിംഗ് നമ്മളിവിടെ നിന്ന് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചു. പക്ഷേ എന്നിട്ട് 6 മണിയായിട്ട് നമ്മളെ വണ്ടി വന്നിട്ടില്ല. കുറേ നേരം വെയിറ്റ് ചെയ്ത് അവിടെയൊക്കെ. പിന്നെ കുറേ കഴിഞ്ഞ് 6:30 മണിയൊക്കെ നമ്മളെ പടക്കുതിര നമ്മൾ പോവേണ്ട ബസ് ഇത് വരുന്ന ടൂറിസ്റ്റ്. പിന്നെ അവിടെ നിന്ന് പോയി സീറ്റൊക്കെ പിടിക്കലായിരുന്നു മെയിൻ പരിപാടി. നമ്മൾ ഏറ്റവും ബാക്കിൽ അതിൻ്റെ ഫ്രണ്ടിലത്തെ 2 സീറ്റാണ് മേടിച്ചത്. എല്ലാം ഒരു ഉഷാറൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഗാങ്ങിൻ്റെ കൂടെ പോകുന്നത്. പക്ഷെ അടിപൊളി വൈബായിരുന്നു മക്കളെ, ഒരു രക്ഷയില്ല. പോയത് നമ്മുടെ ചേട്ടന്മാരങ്ങ് തുടങ്ങിയായി അങ്ങ് കളി. ഒരു രക്ഷയില്ലാത്ത കളികളായിരുന്നു മക്കളെ. സമയം പോകുന്നതേ അറിയത്തില്ലായിരുന്നു. കുറേ നേരം നമ്മൾ എന്ത് ചെയ്തു, ചേട്ടന്മാരെ കുറേ കളിയായിരുന്നു. ഫസ്റ്റ് നമ്മൾ പോയത് നമ്മുടെ വെട്ടുകാട് പള്ളിയിലാണ്. വെട്ടുകാട് പള്ളിയിൽ പോയി അവിടെ നിന്ന് നേരെ എന്ത് ചെയ്തു, ബീച്ചിലോട്ട് ഇറങ്ങി. കാരണം മോൻ രാവിലെ എണീറ്റതല്ലേ, അത്യാവശ്യം നല്ല തരികടയായിരുന്നു. എൻ്റെ സൗണ്ട് സത്യം പറഞ്ഞ് ഇപ്പോഴും വരുന്നില്ല. അവിടെ കിടന്ന് കളിച്ച് അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിൽ ഇന്ന് മഴയൊക്കെ നനഞ്ഞൊക്കെ അങ്ങനെയൊക്കെ എൻ്റെ സൗണ്ട് ഒട്ടും വരുന്നതേ ഇല്ലായിരുന്നേ. പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്ത്, പള്ളിക്കകത്ത് പോയി ഒരു 5 മിനിറ്റ് പരിഭവവും പരാതിയും എല്ലാം പറഞ്ഞ് മനസ്സൊന്ന് റിലാക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനാണ് നിന്നത്. അതിന് തൊട്ടടുത്തുള്ള കടകളിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങി അവനാവശ്യമുള്ള അതൊന്നും വീഡിയോയില്ല. സത്യം പറഞ്ഞാൽ കഴിക്കേണ്ട ഒന്നും എടുത്തിട്ടില്ല, സ്ഥലങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറേ നേരം അവിടെ എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്തു നിന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ മണ്ണ് വാരി കളിക്കുന്നു, കല്ല് വാരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ പടക്കുതിരയിൽ കയറി. നമ്മുടെ ചേട്ടൻ വീണ്ടും തുടങ്ങി ഡിങ്കിടിക്ക നിക്ക സ്റ്റാർ വൈബ്, തുള്ളൽ സ്റ്റാർട്ടിങ് എല്ലാം തുടങ്ങി. കളിക്കാതെ ഇരുന്ന് എൻ്റെ കെട്ടിയവനും പിന്നെ എണീറ്റ് കിടന്ന് തുള്ളാൻ തുടങ്ങി. ആദ്യം കുറേ നേരം ആളും ഉണ്ടായിരുന്നു. പിന്നെ അവർ വലിച്ചെടുത്തു. പിന്നെ അങ്ങ് തുടങ്ങിയ ആൾ. അയ്യോ, പിന്നെ നിലത്തൊന്നും അല്ലായിരുന്നു മക്കളെ. നമ്മളൊക്കെ ആദ്യം കുറേ നേരമൊക്കെ ഇരിപ്പായിരുന്നു. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ നമ്മളും കളിച്ചു തുടങ്ങി. അയ്യോ, നിങ്ങൾ ആ ഡാൻസ് കാണുവിൻ, നൃത്തം ചുവടുകൾ കാണുവിൻ. ഇതിലെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഒരു കോവിലെന്നാണ് പറഞ്ഞ്. ഒരു വള്ളത്തിലൂടെ നമ്മളിങ്ങനെ തുഴഞ്ഞ് അപ്പുറത്തെ റൗണ്ടിൽ പോയിട്ട് ഒരു കോവിലെന്നാണ് പറഞ്ഞ്. പക്ഷെ നമ്മൾ പോയ സമയം ഒരു 12 മണിയൊക്കെ ആയിപ്പോയി. നട്ടുച്ച. എൻ്റെ പൊന്നെ, നമ്മുടെ എന്തു പറയുക, ആ മണലൊക്കെ ചുട്ട് പഴുത്ത് കിടക്കണം, ആ ഒരു ലെവലായിരുന്നു. തലയിലൂടെ തട്ടൊക്കെ ഇട്ടാണ് ഞാൻ കണ്ടം വഴി ഓടിക്കളഞ്ഞത്. കാരണം അത്രയ്ക്ക് ചൂടായിരുന്നേ. അയ്യോ, ഒരു രക്ഷയില്ലായിരുന്നു. ഓട്ടോ ആയിരുന്നു. എങ്ങനെയെങ്കിലും തീരാൻ പറ്റില്ല, കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അമ്പലത്തിലൊന്നും കയറാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി, കാരണം ചൂടൊക്കെ ആയതുകൊണ്ട്. പിന്നെ നമ്മളങ്ങ് തുടങ്ങി മക്കളെ തുള്ളലും ബഹളവും. ആദ്യം ഞാനങ്ങ് ഇറങ്ങി, പിന്നെ ബാക്കിയുള്ള ചേച്ചിമാർ ഇറങ്ങി, കൂവല് ബഹളം, അങ്ങനെ അങ്ങ് തുടങ്ങി. ഈ വീഡിയോ എടുത്തതും ഞാനറിയില്ല, ഫോണിൽ കിടക്കുന്നുണ്ട്. എൻ്റെ കെട്ടിയവൻ്റെ പരിപാടിയും തോന്നുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് നേരം തുടങ്ങി. നമ്മുടെ പെണ്ണുങ്ങൾ ചൂട് വെപ്പായിരുന്നു. പിന്നെ ആണുങ്ങൾ ഒരു സൈഡ് ഒതുക്കി തന്നായിരുന്നേ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള DJ പാട്ടുകളുണ്ടായിരുന്നേ. പക്ഷെ നമുക്ക് ഇതിലിടാൻ പറ്റത്തില്ല, കാരണം വേറെ ഒന്നുമല്ല, കോപ്പിറൈറ്റ് വരും. കോപ്പിറൈറ്റ് നമുക്ക് ഈ മ്യൂസിക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ ഡാൻസ് വീഡിയോയ്ക്ക് നിങ്ങൾ പാട്ടില്ലാതെ തന്നെ കാണുക, കാരണം വേറെ ഒരു വഴിയില്ല. നമുക്കല്ല കോപ്പിറൈറ്റ് വരും, പിന്നെ വിഷയം വരും. അതുകൊണ്ട് നിങ്ങൾ മ്യൂസിക്കില്ലാതെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ പോകും, പക്ഷെ മറന്നു പോകും. അതുകൊണ്ട് അത് എടുത്തതേ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഒരു 3-3:30-4 മണിയായപ്പോൾ നമ്മൾ എടത്തോ പള്ളിയിലെത്തി. അവിടെ നിന്ന് പോയി കുളിച്ച് എന്ത് ചെയ്തു, ഫ്രഷപ്പായി. പിന്നെ നമ്മളെ പള്ളി കാണാനായിട്ട് പോയിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. അതൊട്ട് അധികം അടുക്കാനൊന്നും പറ്റില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. അയ്യോ, എൻ്റെ പിള്ളേർ കിടന്ന് കളിക്കുന്നത് കണ്ടില്ലേ, അവിടെ കിടന്ന്. അവനെ ഇത്തിരി അവിടെ താഴെ ഇറക്കി വിട്ടാൽ മതി, ഇവിടെ ഇത്തിരി ഒന്ന് ഓടിക്കളിക്കാനെന്ന് പറഞ്ഞാണ് അവൻ നടക്കുന്നത്. പക്ഷെ നമുക്കങ്ങനെ വിടാൻ പറ്റില്ല, കാരണം അത്യാവശ്യം എന്തു പറയാം, നല്ല രീതിയിൽ തിരക്കും ബഹളവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് താഴെ വിട്ടാൽ പിന്നെ അവനറിയാമല്ലോ,
പിന്നെ നമ്മൾ എന്ത് ചെയ്തു, സഹദേവെ കണ്ടു. പിന്നെ അവിടുന്ന് കുറച്ച് ഷോപ്പിംഗ്, അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, വണ്ടിയിൽ വന്നു. അടുത്ത പരിപാടി എന്നാ, തുള്ളൽ തുടങ്ങട്ടെ. വീണ്ടും തുടങ്ങി. പക്ഷെ നമുക്ക് പാട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല മക്കളെ, പാട്ടൂടെ ഉണ്ടായിരുന്ന സെറ്റായിരിക്കും. നമ്മളെ ട്യൂൺ ഇട്ടിരുന്നാലും നമുക്ക് കോപ്പി റൈറ്റ് വരും. അടിപൊളിയായിരുന്നു. കുറേ നേരം അങ്ങനെ വൈബടിച്ച് പോയി. ലാസ്റ്റൊക്കെ ചേട്ടനൊന്നും ഒട്ടും വയ്യ, ആള് കീഞ്ഞ ഗതിയിലൊക്കെ ആയിരുന്നു. എന്നിട്ട് ആൾ അവസാനം വരെ കളിച്ച് തന്നു. ഇവിടെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അവിടെ ഒരു റൂം എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്റ്റേ ചെയ്തായിരുന്നു. കാരണം അന്ന് പിന്നെ അവിടെ എന്ത് ചെയ്തു, സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസമാണ് നമ്മൾ എന്ത് ചെയ്തത്, അടുത്ത സ്ഥലത്തോട്ട് പോയത്. അടുത്ത സ്ഥലം നമ്മൾ മൂന്നാറായിരുന്നേ. മൂന്നാറിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് അടുത്ത ദിവസം കണ്ടത്. ഞാൻ മോർണിംഗ് എണീറ്റ് ഫ്രഷൊക്കെ ആയതിനു ശേഷം നമ്മുടെ അവിടുത്തെ വ്യൂ കാണലായിരുന്നു മെയിൻ പരിപാടി. പുതിയ കമ്മല അതിൻ്റെ ഷോയാണ് നിങ്ങൾ ഇപ്പം കാണുന്നത്. എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? രണ്ടാം മക്കളെ, എൻ്റെ കെട്ടിയവനെ നമ്മളെല്ലാവരും ബ്ലാക്ക് പിടിച്ചങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ബസ്സിൻ്റെ മുമ്പ് ഒരു തകർപ്പൻ ഡാൻസ് ആയിരുന്നു കുറച്ച് നേരം. അതുണ്ടായിരുന്നു, ഡിങ്ക് ഡിക്ക ഞക്ക കുറേ നേരം അതുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റോളം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മൂന്നാറിൽ പക്ഷേ വെയിൽ നല്ലതുപോലെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെയൊക്കെ കുളിക്കാൻ പറ്റ പാടെ, തണുത്ത് വിറച്ച് മറ്റേ ഐസ് കട്ട പോലെയൊക്കെയാണ് ഇരുന്നത്. പക്ഷെ കൊള്ളായിരുന്നു. അവിടുത്തെ വൈബും തണുപ്പൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കുറേ ടൈം നമ്മൾ എന്ത് ചെയ്തു, മൂന്നാറിൽ സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. അങ്ങനെ അടുത്ത നമ്മൾ വീണ്ടും ഡാൻസ് പരിപാടിയാണ്. ചേട്ടന്മാരൊക്കെ അവിടെ പോയി ഇലകളൊക്കെ എടുത്തിട്ട് വന്ന ഡാൻസ് പരിപാടി. അടുത്ത് കാണുന്ന കണ്ടില്ലേ, എൻ്റെ കുട്ടിക്കുരുപ്പിൻ്റെ പരിപാടി. അവനും ഒരു ഇലയെടുത്ത് തുള്ളയാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഡയറക്റ്റ് ബസ്സിൽ കയറി. പോണ വഴിക്കുള്ള വ്യൂ ആയിരുന്നേ. പക്ഷെ അടിപൊളിയായിരുന്നു. അപ്പുറത്തെ സൈഡാണ് കുറച്ചുകൂടെ കിട്ടുന്നത്. പക്ഷെ എനിക്ക് ഈ സൈഡിൽ നിന്നൊന്നും അധികം കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ ഇപ്പുറത്തെ സൈഡാണ് ഇരുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡുള്ള വ്യൂസൊക്കെ കുറച്ചായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു തേയിലത്തോട്ടം അങ്ങനെയൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഇടുക്കിയിൽ വന്നിട്ടുണ്ട്, പക്ഷെ മൂന്നാർ വന്നിട്ടില്ല. അവിടെ മൊത്തം തേയിലത്തോട്ടം തന്നെയല്ലോ. പക്ഷെ നല്ല വൈബാണ്. ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ പോകും, മല മൊത്തവും. എന്തു പറയുക, അയ്യോ, ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഇങ്ങനെ കണ്ടുകൊണ്ട് പോയി.
അടുത്ത നമ്മൾ ഒരു ഡാം ഇറങ്ങി. ആ ഡാമിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ആ ഡാമിൻ്റെ അവിടെ അധികം നേരം നിന്നില്ല, വെയിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓടാൻ വന്നു. അവിടെ നിന്ന് നമ്മൾ മോർണിംഗ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ്, പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ കുറേ നേരം അടുത്ത് നമ്മൾ പോയത് ട്രക്കിങ്ങിനാണ് മക്കളെ. ചത്ത് എൻ്റെ പൊന്നി അണപ്പളവിന്ന് പറഞ്ഞാൽ മതിയല്ല. എവിടെ കൂടെയൊക്കെയോ പോയി, എവിടെ കൂടെയൊക്കെയോ വന്ന് മക്കളെ. ജീപ്പ് ട്രക്കിങ് തുള്ളി അണപ്പളവിന്ന് പറഞ്ഞാൽ മതിയല്ലോ. കട്ടറും ബഹളവും എൻ്റെ പൊന്നി. തലയിടിക്കുന്നു, ഒരു സൈഡ് തലയിടിക്കുന്നു, കൈയിടിക്കുന്നു, വാലിടിക്കുന്നു, എല്ലാം ആ ഗതിയായിരുന്നു അവസാനം. റോഡൊക്കെ കിടക്കണ കിടവ് കണ്ടാ, അതിൻ്റെ കൂടെ ആ ജീപ്പിൻ്റെ സ്പീഡ് എവിടെ കൂടെയൊക്കെയോ പോയി ചത്തിരുന്നു മക്കളെ ഇങ്ങനെ. പിന്നെ കുഴപ്പമില്ലായിരുന്നു, മോൻ അത്യാവശ്യം സഹകരിച്ചിരുന്നു, അവൻ പ്രശ്നമില്ലാതെയൊക്കെ അങ്ങനെ ഇരുന്നു. ഇതാണ് നമ്മുടെ ജീപ്പ്. പിന്നെ നമ്മൾ അടുത്തതായി നമ്മുടെ കലാപരിപാടികളാണ്. എല്ലാവരുമായിട്ട് അവിടെ നിന്ന് നമ്മളൊരു യോയോ പോസൊക്കെ ഇട്ട് വീഡിയോ എടുത്തു. കുറേ നേരം അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ നമ്മൾ വീണ്ടും ട്രക്കിങ്. ഇത് ട്രക്കിങ്ങിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയായിരുന്നേ. ഫസ്റ്റ് നമ്മൾ അവിടെ ഇറങ്ങിയത്, അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ വ്യൂ പോയിൻറ്റിൽ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ഫോട്ടോസ് അങ്ങനെയൊക്കെ എടുത്ത് നെക്സ്റ്റ് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ട്രക്കിങ് സ്റ്റാർട്ടിങ്. ഇത് കുറച്ച് പണിയാണ്. കുറച്ച് നേരം ഉണ്ടായിരുന്ന മക്കളെ. അവിടെ കയറി 2-2:30 കയറി നമ്മൾ ഇറങ്ങിയത് 5 മണിക്കാണ്. എൻ്റെ പൊന്നേ ഉപ്പാടളവ്. അടുത്തത് നമ്മൾ പോയത് സ്ട്രോബെറി തോട്ടത്താണ്. അവിടെ വെച്ച് നമ്മളൊരാളെ കണ്ട് മക്കളെ, ഇച്ചാപ്പി ചേച്ചിയെ കണ്ട്. പറയല്ലേ മക്കളെ, ഒരു ജാടയില്ല. ഞാൻ ആദ്യമേ പോയി എന്ത് ചെയ്തു, ഓരോ ഫോട്ടോ എടുത്തു, ലാസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചു. എൻ്റെ പൊന്നേ എന്ത് പാവമല്ലേ ചേച്ചി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇത് കണ്ടതിന് ശേഷം. എന്ത് പറയാം, അയ്യോ കണ്ടല്ലോ എന്ന് ഭയങ്കര ഒരു എന്താ പറയുക, ഉള്ളിൽ നിന്നൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാനാണ് അവിടെ ഇതായി ചേച്ചി എന്നങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നേ, ചേട്ടന്മാർക്കൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്നൊരു സ്ട്രോബെറി കട്ട് തിന്നു. പറിക്കരുതെന്ന് പറഞ്ഞു, എന്നാലും നമ്മൾ ആവേശത്തോടെ അവിടെ ഒരു ചേട്ടനിക്ക് പറിച്ചു തന്നുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കട്ട് തിന്നു ഒരു സ്ട്രോബെറി. കണ്ടാ മക്കളെ കിടക്കുന്ന കിടപ്പ്. പക്ഷെ നമുക്ക് ഒന്നും തൊടരുത്, ഫൈനുണ്ടെന്ന് പറയും. പക്ഷെ എന്നാലും ആൾക്കാർ എവിടെ കൊടുന്നെങ്കിലൊക്കെ പറിച്ച് തിന്നും കേട്ടാ. അടിപൊളിയായിരുന്നു. അവിടെ കുറേ ഏക്കർ ഇങ്ങനെ ഇതൊരു ബൾക്കായിട്ട് സ്ട്രോബെറി തോട്ടമായിരുന്നു. അവിടെ നിന്ന് നമ്മളൊരു ഡപ്പി സ്ട്രോബെറി വാങ്ങി നമ്മൾ അടുത്ത് വീണ്ടും എന്ത് ചെയ്തു, കുറേ നേരം അവിടെ നിന്നായിരുന്നു. അടുത്ത സ്ഥലത്ത് നമ്മൾ പോയില്ല. അങ്ങനെ ആ സ്ട്രോബെറി സത്യം പറഞ്ഞ് വീട്ടിലത്തേക്ക് വാങ്ങിയതാണ്. പക്ഷേ നമ്മൾ ആ ട്രക്കിങ്ങിൽ കയറിയ ഗ്യാപ്പിന് അവിടെ ഇരുന്ന് തന്നെ ആ സ്ട്രോബെറി തീർന്നത് അറിഞ്ഞില്ല. കാരണം നല്ല ഫ്രഷ് അല്ലേ സാധനം, അത്യാവശ്യം വലുതുമാണ്. പിന്നെ അടുത്ത് നമ്മൾ പോയത് ഒരു വെള്ളച്ചാട്ടത്തിനാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമായിരുന്നു. കുറച്ച് നേരം പിന്നെ അവിടെ നിന്നൊരു വീഡിയോയും കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. എന്താ പറയുക, കൊള്ളാം. അത്യാവശ്യം നല്ല അവിടെ നിൽക്കുമ്പോൾ നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിരുന്നു. ആ വെള്ളച്ചാടുന്ന സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ. പിന്നെ അവിടെ നിന്ന് തുള്ളിച്ചാടി നമ്മൾ പോകുന്നുണ്ട്. എൻ്റെ നേരം ട്രക്കിംഗ് ഉണ്ടായിരുന്നു, അതൊന്നും എടുത്തില്ല. അപ്പോഴത്തേക്കും നമ്മൾ അണപ്പളവിയിട്ടുണ്ടായിരുന്നു. ബോഡിയുടെയൊക്കെ ഇവിടെയൊക്കെ ഞെട്ടും പൊളിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളടുത്ത് പറഞ്ഞ വഴിക്ക് അവിടെ ഒരു സ്ഥലത്ത് കണ്ടിറങ്ങിയാണ് ഒരു തേയിലത്തോട്ടം. അടിപൊളിയാണ് മക്കളെ. മുകളിൽ നിന്നൊക്കെ ഫോട്ടോസ് എടുത്ത സെറ്റായിരിക്കും. ഞാൻ ഇതിൻ്റെ കൂടെ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസ് കൂടെ ഒക്കെ ആഡ് ചെയ്യാവേ. അടിപൊളിയായിരുന്നു. ഇത് പറയും, ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ സെറ്റായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ കമ്പ് അത്ര ബലമില്ലെന്ന്. പക്ഷെ നല്ല ബലമുണ്ട്. എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടിയാൽ അടിപൊളിയായിട്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ മുറിഞ്ഞുകൊണ്ട് പോകും. നല്ല വേദനയുണ്ട്. കമ്പൊക്കെ നല്ല ബലവും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മോനും ഞാനും കൂടെ കുറേ നേരം ടാറ്റ ബായ് ഓക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് കളിക്കലായിരുന്നേ. എന്തു പറയാം, അടുത്ത് ഞാൻ ഇതിൻ്റെ വ്യൂ എടുക്കാൻ നോക്കിയിരുന്നു, അത്യാവശ്യം ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ വീണ്ടും ഡാൻസ് പരിപാടിയിലേക്ക് പോവുകയാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയിൽ ആ നൈറ്റ് ഇപ്പോൾ കുറച്ച് തളർന്ന് പ്രശ്നമൊക്കെ ആയി. എന്തു പറയുക, ഒന്നാമത് ഹർത്താലായിരുന്നു, ഫുഡ് കിട്ടിയില്ല. ആ ഒരിത് എന്താ പറയുക, ഫുഡ് കിട്ടാതൊക്കെ ഇപ്പം ഒരു സ്റ്റെപ്പ് ആദ്യം വാൾ വെച്ചു. അത് കഴിഞ്ഞപ്പം ഞാൻ വന്ന് ഡയറക്റ്റാണ് നല്ല രീതിയിൽ ആ സ്മെല്ല്, മോൻ വാൾ വയ്ക്കുന്നതിൻ്റെ ആ സ്മെല്ല് കേട്ടപ്പോഴേ ഞാൻ ഒരുമാതിരിയായി. പിന്നെ അവിടെ നിന്ന് വാൾ വെച്ച്, ചേട്ടൻ വാൾ വെച്ച്, അങ്ങനെ ഒരു റൂം എടുത്ത് പോയി കിടന്ന് ഉറക്കമായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും തുടങ്ങി. അടുത്ത വാഗമണ്ണാണ് നെക്സ്റ്റ് ഡേ. വാഗമണ്ണിലുള്ള കുറേ സ്ഥലങ്ങളായിരുന്നു. നമ്മൾ പറഞ്ഞ വഴിക്ക് വാഗമണ്ണിലൊരു വ്യൂ പോയിൻ്റ് കണ്ടിങ്ങനെ ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോൾ എന്തായി, നമ്മൾ അവിടെ നിന്നൊരു ടൂറിസ്റ്റ് ബസ് പറഞ്ഞു കണ്ടു. പിന്നെ അവർ നമ്മളോട് കുറച്ച് നേരം ജോയിൻ ചെയ്തായിരുന്നേ.
ആ ടൂറിസ്റ്റ് ബസ്സിലുള്ള അവിടുത്തെ ചേച്ചിമാരൊക്കെ നല്ല വൈബായിരുന്നു മക്കളെ. കുറേ നേരം നമ്മളോടൊന്ന് കളിയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് കുറച്ചൊക്കെ വീഡിയോസ് സത്യം പറഞ്ഞാൽ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അല്ലാത്ത വീഡിയോസ് കുറച്ചൊക്കെ എടുക്കാൻ പറ്റില്ല. കാരണം ഞാനും അതിൻ്റെ കൂടെ പിന്നെ പോയി കിടന്ന കളിയും ബഹളവും ഒക്കെ ആയിപ്പോയി. അതുകൊണ്ട് വീഡിയോ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമ്മൾ കളിക്കുന്ന വീഡിയോ ഒന്നും സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോയി അതിൻ്റെ കൂടെ ഒന്ന് കളിയായിരുന്നു. ലാസ്റ്റ് നമ്മളിങ്ങനെയായിരുന്നു. അവിടെ നിന്ന് ചെടിയും പടലും ഒക്കെ എടുത്തിട്ടുള്ള കളി ഇങ്ങനെയായിരുന്നു. കണ്ടല്ലോ, എല്ലാവരുടെ കയ്യിലും ഓരോ ചെടിയും എല്ലാം കാടളവി വരുന്നത് പോലെ ഉണ്ടായിരുന്നു. അടുത്ത് നമ്മൾ പോയത് അവിടെ ഒരു മീനിൻ്റെ ഒരു കുളത്തിൻ്റെ, അതിൻ്റെ പേര് ഞാൻ മറന്നു. സത്യം പറഞ്ഞ സ്ഥലത്തിൻ്റെയൊക്കെ പേര് മറന്നു പോയതാണ്. എല്ലാം നോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ മറന്നുപോയി. വീഡിയോ എടുക്കൽ മാത്രം നടന്നു. അതിൻ്റെ ഇടയിലൂടെ കൊച്ചുങ്ങളെ മേക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് പോയപ്പോൾ അവിടെ എന്ത് ചെയ്യും, കുറേ മുയലും കോഴി, വലിയ ടർക്കിഷ് അങ്ങനത്തെ കോഴികളൊക്കെ, വലിയ വലിയ കോഴികളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്തു, ഒരു വലിയൊരു അതിൻ്റെ അകത്ത് തന്നെ വെള്ളത്തിൽ കുറച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന മീനിനുണ്ട്. പക്ഷെ മീനിൻ്റെ ഫേസ് കണ്ടാൽ നമ്മൾ മുതലയില്ലേ, മുതലയുടെ ഫേസും നീണ്ടു കിടക്കും. പക്ഷെ എനിക്ക് കണ്ടിട്ട് പേടിയാണ് തോന്നി ആ മീനിനെ. പിന്നെ നമ്മൾ ബോട്ടിങ്ങിൻ്റെ ഒരു സെക്ഷനിലോട്ട് പോയായിരുന്നേ. പറഞ്ഞാൽ ഈ വെള്ളത്തിലൊക്കെ കാണുമ്പോൾ പേടിയാണെങ്കിലും ഒരു ധൈര്യത്തങ്ങ് ഇറങ്ങി. നമ്മൾ ഈ തീറ്റ ഇങ്ങനെ ഇടും, മീൻ നമ്മളെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വരും. സത്യം പറഞ്ഞാൽ നല്ലതായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇരിക്കുന്ന സൈഡിലൂടെ മീൻ കുറവായിരുന്നു അത്യാവശ്യം. അപ്പോൾ ആ സൈഡിലൂടെയൊക്കെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ വന്നത്. ഞാൻ തീറ്റ ഇടലല്ലായിരുന്നു. ഞാൻ തീറ്റ ഇട്ടിരുന്ന മീൻ വരുമായിരുന്നു. ഞാൻ ഈ വീഡിയോസ് ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ആ ഒരു ഇതിലായിരുന്നു. കുറേ അവിടെ ഒരു 10 മിനിറ്റോളം നമുക്കിങ്ങനെ ഉണ്ടായിരുന്നു. ഇത് നമ്മളിങ്ങനെ കറങ്ങി നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ കുറച്ച് നേരം കറക്കി നിൽക്കും. ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ കൊള്ളായിരുന്നു അത്യാവശ്യം. പക്ഷേ ആ മണിക്ക് പുറത്തല്ല, പക്ഷെ എന്നാലും നമ്മൾ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. ഒരുപാട് മീനെന്ന് പറഞ്ഞാൽ ഒരുപാട് മീൻ. നമ്മൾ ചെയ്യണ പോലെ ബോട്ടിങ്ങിൽ കയറണ പോലെ അവിടെ 2-3 സെക്ഷൻ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. അവരെ ബാക്കിൽ നിന്ന് ഇതുപോലെ ഒരു കൂട്ടം മീൻ പോവും, അടുത്ത അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറൊരു കൂട്ടം മീൻ വരും. അങ്ങനെയൊക്കെയുള്ള സെക്ഷനായിരുന്നു മക്കളെ. കാണണമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ വേറൊരു കാര്യം, വെയിലിനൊരു കുറവും ഇല്ലായിരുന്നു. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു 10 മണി അടുപ്പിച്ചൊക്കെ ആയി. 10 11 12 മണി അടുപ്പിച്ചായി. അപ്പം നല്ലൊരു വെയിലുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വീഡിയോ എടുക്കലായിരുന്നു. കണ്ടോ, ലാസ്റ്റ് കിടന്ന് കറങ്ങലായിരുന്നു. അയ്യോ, ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും സെറ്റായി. പിന്നെ നമ്മൾ വീണ്ടും വണ്ടിയിലേക്ക് വന്നു. പിന്നെ അടുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയതാണ്. അവൻ കരഞ്ഞ് വാങ്ങിയ സാധനമാണ് ഈ ചെവിയിലിരിക്കുന്ന ഈ സാധനം. അവന് പക്ഷേ വേണ്ട. ഇന്നലെ കരയുന്നുണ്ട്, വാങ്ങി ഒരു 5 മിനിറ്റ് പോലും വെച്ചില്ലല്ലോ. പിന്നെ എൻ്റെ തലയിലെ പിന്നെ അവനൊരു ഊത്തവും വാങ്ങിക്കൊടുത്ത് മുട്ടക്കുന്ന് അങ്ങനെ സ്ഥലത്ത് കയറിയതാണ് മക്കളെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഈ പൈൻ ഫോറസ്റ്റ്. അത്യാവശ്യം നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് റെയിൻ കോട്ട് വിട്ട് അവനെയും സെറ്റാക്കി നമ്മൾ എന്ത് ചെയ്തു, ആ മഴയത്ത് തന്നെ അങ്ങ് നടന്ന്, ഏറ്റവും പൊന്നേ സെറ്റായിരുന്നു ആ മഴയത്ത് നടന്നങ്ങ് പോവാൻ. കുറേ നേരം സത്യം പറഞ്ഞാൽ ഫോണിൽ ക്ലിയർ ഇല്ലാത്ത ചെറിയ വിഷയം നല്ല രീതിയിലുണ്ടായിരുന്നേ. കാരണം ആ മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ വീണേ ഫോണിൽ സ്റ്റക്കായി നിൽക്കുമായിരുന്നു ഓരോ വീഡിയോസും. കേട്ടോ, ഇതിപ്പോൾ സ്റ്റക്കായി നമുക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റക്കുണ്ടായി. ഇതിൻ്റെ ഇടയിൽ അവിടുത്തെ സോങ് നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞ് താഴെ നോക്കി നടക്കുന്നതുണ്ട്. അവന് വെള്ളത്തിൽ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നേ. പക്ഷെ എന്ത് ചെയ്യാൻ, ആ കോട്ട വല്ലാണ്ട് അവൻ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുക. അവൻ കുനിഞ്ഞ് നടക്കുന്ന എന്താ, ആ വെള്ളത്തിൽ കിടന്ന് കളിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വീണ്ടും ഇറങ്ങി ആ തലയൊക്കെ തോർത്തി. പിന്നെ കുറേ നേരം ആ വെളിയിൽ നല്ല കോടയെന്ന് പറഞ്ഞാൽ നല്ല കോട, അത്യാവശ്യം നല്ല കോടയായിരുന്നു. കുറേ നേരം ഈ വണ്ടിയൊക്കെ എങ്ങനെ പോകണമെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഒരു 6:30 മണിയായിട്ടുള്ളൂ, പക്ഷെ നല്ല കോട. അത്യാവശ്യം എന്താ പറയുക, നമ്മൾക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഇങ്ങനെ കണ്ണൊക്കെ ബ്ലിങ്കസിയായിരുന്നു. ലാസ്റ്റ് പരിപാടി നമ്മൾ അജിയണ്ണൻ്റെ ആയിരുന്നേ. കുറേ നേരം ഉണ്ടായിരുന്നു മക്കളെ. അയ്യോ, ഓരോ ഉറക്കം വന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ അജിയണ്ണൻ തുടങ്ങി. പിന്നെ നമ്മളങ്ങ് കുറേ നേരം അണ്ണൻ്റെ കളികളും കാര്യങ്ങളൊക്കെ കണ്ടു. സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ ഞാൻ കുറേ നേരം വീഡിയോസൊന്നും എടുത്തില്ല, കാരണം മറന്നുപോയി. ഞാൻ പിന്നെ ഇതിലങ്ങനെ ഇരുന്ന് കുറേ നേരം മറന്നുപോയി. കുറച്ച് നേരം ഇതുണ്ടായിരുന്നു ഈ കളി. അപ്പോഴത്തേക്കും നമ്മളൊന്ന് എൻജോയ്മെൻ്റൊക്കെ ആവുമായിരുന്നു.
സത്യം പറഞ്ഞാൽ 3 ദിവസം പോയതേ അറിഞ്ഞില്ല. നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് ഫസ്റ്റാണ് നമ്മളിങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. മാരേജിന് മുമ്പ് നമ്മൾ പോയിട്ടില്ല, ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തെങ്കിൽ അടിപൊളിയായിരുന്നു. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എന്താ പറയുക, അയ്യോ ഇതുപോലെയൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിക്കാനൊക്കെ അടിപൊളിയായിരുന്നു മക്കളേ. പിന്നെ നമ്മൾ ലാസ്റ്റ് കളിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അപ്പോഴത്തേക്ക് എന്താ പറയുക ആ എൻജോയ്മെൻറ്റിലായിപ്പോയി. പിന്നെ നമ്മളൊരു 3:30-4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വന്ന സ്ഥലത്ത് വന്നു. പിന്നെ വീട്ടിലേക്ക് നേരെ മടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം.